ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് പാഠത്തിൻ്റെ 4ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 3 പാർട്ട് നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ 4ാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. ഹിസ്സിംഗ് ഡിഫൈൻസ് ഹിസ് ഫോർട്ട് ടങ് ഡാർട്ടിംഗ് ഇൻ ആൻഡ് ഔട്ട്, ദ കോബ്ര റേസ്ഡ് 3 of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail, the long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. Hissing defiance, തൻ്റെ ധാർഷ്ട്യം ചീറ്റിക്കൊണ്ട്, ധാർഷ്ട്യം ഹിസ്സിങ് ചീറ്റിക്കൊണ്ട്, ഹിസ് ഫോർട്ട് ടങ് ഡാർട്ടിംഗ് ഇൻ ആൻഡ് ഔട്ട്, തൻ്റെ രണ്ടായി പിളർന്ന നാവ് പുറത്തേക്കും അകത്തേക്കും ഇട്ടുകൊണ്ട്, ദ കോബ്ര റേസ്ഡ് 3 of his 6 feet off the ground, ഗ്രൗണ്ടിൽ നിന്നും തൻ്റെ 6 അടി നീളമുള്ള ശരീരത്തിലെ 3 അടിയും ഗ്രൗണ്ടിൽ നിന്നും ഉയർത്തിക്കൊണ്ട്, ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹുഡ്, തൻ്റെ പരന്ന പത്തി വിടർത്തി വെച്ച് 6 അടിയിൽ 3 അടിയും ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തി, നാവ് അകത്തേക്കും പുറത്തേക്കും ഇട്ടുകൊണ്ട്, ധാർഷ്ട്യം കാണിച്ചുകൊണ്ട്, ധാർഷ്ട്യം ചീറ്റിക്കൊണ്ട് പാമ്പ് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് പാമ്പ് കോബ്ര അങ്ങനെ നിൽക്കുന്നുണ്ട്, മൂർഖൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി മംഗൂസ് എന്ത് ചെയ്യുന്നുണ്ട് നോക്കാം. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, മംഗൂസ് എന്ത് ചെയ്തു? അതിൻ്റെ വാലൊക്കെ വിടർത്തി വെച്ചു. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, മംഗൂസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വാലൊക്കെ നിവർത്തി വിടർത്തി വെച്ചു. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്, മംഗൂസിൻ്റെ മുതുകിലെ രോമങ്ങളൊക്കെ, കീരിയുടെ മുതുകിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു, അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇൻ ദ പാസ്റ്റ്, ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്. വളരെ മാരകമായ കൊത്തിൽ നിന്നും, പാമ്പിൻ്റെ കൊത്തിൽ നിന്നും, പണ്ട് കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്, പണ്ട് മാരകമായ അപകടകരമായ കൊത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്തായിരുന്നു? ഇതിൻ്റെ മുതുകിലുണ്ടായിരുന്ന ഈ രോമങ്ങളാണ്, അല്ലേ? കട്ടികൂടിയ ഈ രോമങ്ങളാണ് പലപ്പോഴും ആരെ രക്ഷിച്ചത്? മംഗൂസിനെ രക്ഷിച്ചത്, അല്ലേ? മാരകമായ കൊത്തിൽ നിന്നും മംഗൂസിനെ പലപ്പോഴും രക്ഷിച്ചത് ഈ കട്ടികൂടിയ രോമങ്ങളാണ്. ആ രോമങ്ങളൊക്കെ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നു എന്ന് പറയണം. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. Though the combatants were unaware of my presence in the banyan tree, എൻ്റെ സാന്നിധ്യം, ഞാൻ ആൽമരത്തിൻ്റെ മുകളിലുണ്ട് എന്ന കാര്യം കോബ്രയ്ക്കും മംഗൂസിനും അറിയില്ലായിരുന്നു, അല്ലേ? മൂർഖനും കീരിക്കും എന്തറിയില്ലായിരുന്നു? ആൽമരത്തിൽ അവർക്ക് മുകളിൽ നേരെ ഇരുന്ന് ഞാൻ ഈ കാഴ്ച കാണുന്നുണ്ട് എന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നു, മംഗൂസിനും കോബ്രയ്ക്കും അറിയില്ലായിരുന്നു. ദേ സൂൺ ബിക്കെയിം അവെയർ ഓഫ് ദ അറൈവൽ ഓഫ് 2 other spectators. ഞാൻ അവിടെ ഉള്ള കാര്യം അവരറിഞ്ഞിട്ടില്ല, മറിച്ച് അവിടേക്ക് 2 പുതിയ കാഴ്ചക്കാർ വന്ന കാര്യം ആര് മനസ്സിലാക്കി? കോബ്രയും മംഗൂസും മനസ്സിലാക്കി, അല്ലേ? ഞാൻ ബനിയൻ ട്രീയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട്, അതാര് കണ്ടിട്ടില്ല? കോബ്രയും മംഗൂസും കണ്ടിട്ടില്ല. പക്ഷെ അതേസമയം അവിടേക്ക് മറ്റ് 2 കാഴ്ചക്കാരെത്തിയിട്ടുണ്ട്, സ്പെക്ടാക്ടേഴ്സ് എത്തിയിട്ടുണ്ട്. അതാരൊക്കെയാണ് നോക്കാം. വൺ വാസ് എ മൈന, അതിൽ എത്തിയ ഒരാളാരായിരുന്നു? ഒരു മൈനയായിരുന്നു. ആൻഡ് ദി അതർ എ ജംഗിൾ ക്രോ, രണ്ടാമത്തെ ആൾ, 2 കാഴ്ചക്കാർ വന്നെന്ന് പറഞ്ഞല്ലോ, അതിൽ ആദ്യത്തെ ആൾ ഒരു മൈനയും രണ്ടാമത്തെ ആൾ എ ജംഗിൾ ക്രോ, ഒരു കാക്കയുമായിരുന്നു. നോട്ട് ദ വൈലി അർബൻ ക്രോ, അത് അത്ര ബുദ്ധിമാനായ ഒരു കാക്കയൊന്നായിരുന്നില്ല. അപ്പോൾ ഇവിടേക്ക് വന്ന 2 കാഴ്ചക്കാരെന്ന് പറയുന്നത് ഒന്ന് മൈനയും ഒന്ന് ജംഗിൾ ക്രോയുമാണ്, മൈനയും ജംഗിൾ ക്രോയും. അപ്പോൾ ഇവർ വന്ന കാര്യം ആര് മനസ്സിലാക്കിയാണ്? താഴെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന മംഗൂസും കോബ്രയും മനസ്സിലാക്കിയാണ്. They had seen this preparation for battle. അവർ ഈ ജംഗിൾ ക്രോയും മൈനയും എന്ത് കണ്ടിട്ടാണ് വന്നത്? ഇവരുടെ തയ്യാറെടുപ്പുകൾ, പോരാട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. ആരുടെ തയ്യാറെടുപ്പുകൾ?
കോബ്രയുടെയും മംഗൂസിൻ്റെയും തയ്യാറെടുപ്പുകൾ കണ്ടിട്ടാണ്, ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ടാണ്, ആ തയ്യാറെടുപ്പ് കണ്ടിട്ടാണ് അവിടേക്ക് ആര് വന്നത്, ഈ ജംഗിൾ ക്രോയും മൈനയും അങ്ങോട്ടേക്ക് വന്നത്. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു മുൾച്ചെടിയിൽ അവരുടെ ഇരിപ്പിടം ഉറപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ടു വാച്ച് ദി ഔട്ട്കം. എന്തായിരിക്കും ആ ഫൈറ്റിൻ്റെ ഔട്ട്കം, റിസൾട്ട് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടാളും, മൈനയും ജംഗിൾ ക്രോയും, അവിടെ ഇരിപ്പുറപ്പിച്ചു എന്ന് പറയാണ്. ഹാഡ് ദേ ബീൻ കണ്ടൻറ്റ് ഓൺലി ടു വാച്ച്. അവർ അവിടെ തന്നെ ഇരുന്നിട്ട് ആ ഫൈറ്റ് കാണുകയാണെങ്കിൽ ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. അവർക്ക് രണ്ടു പേർക്കും അതായിരുന്നു നല്ലത്. അവർ അവിടെ തന്നെ ഇരുന്നിട്ട് ആ കാഴ്ച കാണുകയായിരുന്നെങ്കിൽ, അതിലവർ ഹാപ്പി ആയിരുന്നെങ്കിൽ അവർക്ക് അതായിരുന്നു നല്ലത്. പക്ഷെ അവരെന്ത് ചെയ്തില്ല, അവിടെ ഇരുന്ന് കാണുകയല്ല ചെയ്തത്, അവർ ഈ ഫൈറ്റിൽ പങ്കെടുക്കാൻ നോക്കുന്നുണ്ട്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move, but the mongoose knew the power of his opponent's glassy, unwinking eyes and refused to mate them. The cobra stood on the defensive. അങ്ങനെ കോബ്ര മൂർഖന് പ്രതിരോധിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്, പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ഒരു വശത്ത് മംഗൂസ് റെഡിയായി നിൽക്കുന്നുണ്ട് ഫൈറ്റിന്, ഈ ഭാഗത്ത് കോബ്രയും ഡിഫെൻസീവിലാണ്, പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കോബ്ര എന്ത് ചെയ്യുന്നുണ്ട്? സോയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. അതിൻ്റെ ശരീരം, തല അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്. ട്രൈങ് ടു മേസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. കീരിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ്? ഒരു തെറ്റായ മുന്നേറ്റത്തിന് ശ്രമിപ്പിക്കുകയാണ്. കീരിയെ ഒരു തെറ്റായ മുന്നേറ്റത്തിന് ശ്രമിപ്പിച്ചുകൊണ്ട് കോബ്ര എന്ത് ചെയ്യാണ്? തൻ്റെ ശരീരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്, രണ്ടു വശത്തേക്കും ചലിപ്പിക്കുകയാണ്. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to mate them. പക്ഷേ മംഗൂസ് തൻ്റെ എതിരാളിയുടെ കണ്ണിൻ്റെ, എങ്ങനത്തെ കണ്ണ്? ഗ്ലാസി ആയിട്ടുള്ള ഇമചിമ്മാത്ത കണ്ണിൻ്റെ ശക്തിയെക്കുറിച്ച്, കോബ്രയുടെ കണ്ണിൻ്റെ ശക്തിയെക്കുറിച്ച് ആർക്ക് ശരിക്കും അറിയാമായിരുന്നു? കീരിക്ക് ശരിക്കും അറിയാമായിരുന്നു. കോബ്രയുടെ കണ്ണ് ഗ്ലാസി ആയിട്ടുള്ള കണ്ണാണ്, വിങ്കിങ് ആണ്. അൺവിങ്കിങ് എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ, ഇമച്ചിമ്മാതെ എന്നൊക്കെ പറയും. അപ്പോൾ അൺവിങ്കിങ് ഐസിൻ്റെ, ഗ്ലാസി അൺവിങ്കിങ് ഐസിൻ്റെ പവർ, കോബ്രയുടെ കണ്ണിൻ്റെ പവർ, ശക്തി ആർക്കറിയാമായിരുന്നു? ശരിക്ക് മംഗൂസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് മംഗൂസ് എന്ത് ചെയ്തു? റിഫ്യൂസ്ഡ് ടു മീറ്റ് ദം. ആ കണ്ണിലേക്ക് നോക്കില്ല എന്ന് പറയാണ്. ആ കണ്ണിലേക്ക് നോക്കാതെ നിന്നു. ആ കണ്ണിന് പ്രത്യേക പവറുണ്ട്, ശക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ണിലേക്ക് നോക്കാതെ നിന്നു എന്ന് പറയണം. ഇൻസ്റ്റഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹൂട്ട് ആൻഡ് ഓപ്പൺ ദി അറ്റാക്ക്. ഇൻസ്റ്റഡ്, പകരം കണ്ണിലേക്ക് നോക്കില്ല എന്ന് പറഞ്ഞല്ലോ, പകരം എങ്ങോട്ടേക്ക് നോക്കി? ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹൂട്ട്. കോബ്രയുടെ പത്തിക്ക് താഴെയുള്ള ഒരു ഏരിയയിലേക്ക്, ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കി നിന്നു. ആര്? മംഗൂസ്. അപ്പോൾ കണ്ണിലേക്ക് നോക്കില്ല. കണ്ണിലേക്ക് നോക്കിയാൽ കണ്ണിന് ശക്തിയേറിയ കണ്ണുകളാണ്. അപ്പോൾ ആ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മംഗൂസിൻ്റെ ശ്രദ്ധ മാറിപ്പോകും. അപ്പോൾ മംഗൂസിന് ഇതറിയാം, തൻ്റെ ശ്രദ്ധ മാറ്റാൻ കഴിവുള്ള കണ്ണാണ് കോബ്രക്കുള്ളത്. അപ്പോൾ ആ കണ്ണിലേക്ക് നോക്കാതെ നിന്നു മംഗൂസ്. പകരം എന്ത് ചെയ്തു? കോബ്രയുടെ പത്തിക്ക് താഴെ ഉള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ഓപ്പൺ ദി അറ്റാക്ക്. എന്നിട്ട് അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായല്ലോ? അവർ തമ്മിൽ പോരാട്ടം തുടങ്ങി എന്ന് പറയണം.